നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോഡ്ജ് ഉടമയെ കബളിപ്പിച്ച് മുങ്ങി. ലോഡ്ജ് ജീവനക്കാരൻ അറസ്റ്റിൽ. ലോഡ്ജ് ഉടമയെ കബളിപ്പിച്ച് 1.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത് മുങ്ങിയ ലോഡ്ജ് ജീവനക്കാരൻ അറസ്റ്റിൽ. ഗുരുവായൂർ വടക്കേനടയിലുള്ള സ്വകാര്യ ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റ് സന്ദീപ് ടി ചന്ദ്രനെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. രസീതിൽ കൃത്രിമം കാണിച്ചാണ് പ്രതി പണം തട്ടിയെടുത്തത്. ചാവക്കാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ആലുവ സ്റ്റേഷനിൽ നിന്ന് ചാടിപ്പോയ പോക്സോ കേസ് പ്രതി പിടിയിൽ. പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ പോക്സോ കേസ് പ്രതിയെ പിടികൂടി. അങ്കമാലി സ്വദേശി ഐസക് ബെന്നിയാണ് വെള്ളിയാഴ്ച രാത്രി 12 മണിയോടെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയത്. അങ്കമാലിക്ക് സമീപം മുക്കന്നൂരിൽ നിന്നുമാണ് പ്രതി പിടിയിലായത്. 15 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് അങ്കമാലി സ്വദേശി ഐസക് ബെന്നിയെ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ പോലീസ് പിടികൂടിയത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം റിമാൻഡ് ആവശ്യപ്പെട്ട് കോടതിയിൽ ഹാജരാക്കുന്നതിനായി ലോക്കപ്പിൽ സൂക്ഷിക്കുകയായിരുന്നു. ലോക്കപ്പ് പൂട്ടാൻ മറന്നുപോയതോടെ ലോക്കപ്പിന് അകത്തു നിന്നും കൈയിട്ട് പ്രതി തുറന്ന് ചാടിപ്പോയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഒബ്രോൺ മാളിൽ സംഗീത പരിപാടിക്കിടെ തിക്കും തിരക്കും. കൊച്ചി ഒബ്രോൺ മാളിൽ സംഗീത പരിപാടിക്കിടെ തിക്കും തിരക്കും. ഗായകൻ സൂരജ് സന്തോഷിന്റെ പരിപാടിക്കിടെയാണ് പ്രതീക്ഷിച്ചതിലും തിരക്കുണ്ടായത്. തിക്കിലും തിരക്കിലും പെട്ട് ഏതാനും പേർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. പിന്നാലെ സംഭവ സ്ഥലത്തെത്തിയ പോലീസ് പരിപാടി നിർത്തിവെപ്പിച്ചു. മാളിന്റെ റീലോഞ്ചുമായി ബന്ധപ്പെട്ട് ഗായകൻ സൂരജ് സന്തോഷ് നയിച്ച സംഗീത നിശയ്ക്കിടെയാണ് തിക്കും തിരക്കുമുണ്ടായത്. പരിപാടിക്കുള്ള പ്രവേശനം സൗജന്യമായിരുന്നു. ഇതാണ് വലിയ ആൾക്കൂട്ടത്തിലേക്ക് വഴിവെച്ചത്. വെള്ളച്ചാട്ടത്തിൽ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. ഇടുക്കി അരുവിക്കൂത്ത് വെള്ളച്ചാട്ടത്തിൽ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. മുരിക്കാശ്ശേരി സ്വദേശി ഡോണൽ ഷാജി, കൊല്ലം സ്വദേശി അക്സാറജി എന്നിവരാണ് മരിച്ചത്. മുട്ടം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. പോലീസും അഗ്നിരക്ഷാ സേനയും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് 2 പേരുടെയും മൃതദേഹം കണ്ടെത്തിയത്. ശബരിമലയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ 9 വയസ്സുകാരന് പരിക്ക്. ശബരിമലയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 9 വയസ്സുകാരന് പരിക്ക്. ആലപ്പുഴ പഴവീട് സ്വദേശി ശ്രീഹരിക്കാണ് പരിക്കേറ്റത്. മല കയറുന്നതിനിടെ മരക്കൂട്ടത്ത് വെച്ച് കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു. വലതുകാലിന്റെ മുട്ടിന് പരിക്കേറ്റ കുട്ടിയെ സന്നിധാനം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.